നമ്മുടെ കയ്യിലുള്ള സ്പീക്കേഴ്സിന് എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഡാമേജ് സംഭവിച്ചാൽ, ഫിസിക്കൽ ഡാമേജ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ കോയിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല, ഉള്ളിലുള്ള മൂവ് ചെയ്യുന്ന ഏരിയാസ് അല്ല, അല്ലാതെ പുറമുള്ള ഏരിയ, അതായത് ഈ പേപ്പർ, ഡസ്റ്റ് ക്യാപ്പ്, സറൗണ്ട്, ടെർമിനൽ, മാഗ്നറ്റ്, അങ്ങനത്തെ എല്ലാ ഭാഗങ്ങളും, ഈ സൈഡിലെ ഫ്രെയിം, അങ്ങനത്തെ ഏത് ഭാഗമായാലും ശരി, അതിനെന്തെങ്കിലും ഒരു സാധാരണ ഗതിയിൽ ഉള്ള ഒരു പരിക്ക് വന്നാൽ, ഒന്ന് വീണിട്ടോ അല്ല ഇപ്പോൾ ഡ്രൈ ആയിട്ടോ ഇപ്പോൾ പൊട്ടിപ്പോയിട്ടോ കീറിപ്പോയിട്ടോ സംഭവിച്ചാൽ അതിൽ ഒരുപാട് ഈ തരിയുടെ പരിപാടി ചെയ്തിട്ട് അത് താൽക്കാലികമായിട്ട് വർക്കിംഗ് ആക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് അതിൻ്റെ ക്ലാരിറ്റി പോയ ഒരു സ്പീക്കറാണ് ഈ കാണുന്നത്, ഇത് രണ്ടെണ്ണം. അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്പീക്കർ ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തൊക്കെ തന്നെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാം, എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഉള്ള ചില അഭിപ്രായങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ പേര് അലക്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം നമ്മൾ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ആവശ്യമുള്ള ആളുകൾ മാത്രം കാണുക. അതായത് നിങ്ങൾക്ക് ഈ ആവശ്യമാണ് ഈ വീഡിയോ എന്നുള്ള തംബ്നെയിലിൽ തോന്നിയാൽ മാത്രം കാണുക. കാരണം പലരും അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, ഇതെനിക്കറിയാം, ഇതൊക്കെ എനിക്ക് മുമ്പേ അറിയാം, അങ്ങനെയുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഇപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു IC ഉരുന്നത് എങ്ങനെയാണ് എന്ന് ഒരാളൊരു വീഡിയോ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ അത് കാണുക. അപ്പോൾ ഞാനത് ആ വീഡിയോ കാണില്ല, കാരണം എനിക്കതിനെ പറ്റി അറിയാം. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ആ വീഡിയോ പ്ലേ ചെയ്തിട്ട് ഇതൊക്കെ എനിക്ക് എന്നേ അറിയാമെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. നമുക്ക് പിന്നെ ആ വീഡിയോ ഒരു വ്യൂ കിട്ടിയാൽ അതൊരു ഉപകാരമാണ്. പക്ഷേ അത് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാണുക എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. കാരണം അങ്ങനത്തെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കാണുക. കാരണം അറിയാത്തവർക്ക് വേണ്ടിയാണ് എല്ലാ യൂട്യൂബ് വീഡിയോസും ഇറങ്ങുന്നത്. അറിയാത്തവർക്ക്, പുതിയ ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ. അപ്പോൾ അത് ആവശ്യമുള്ളതാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായിട്ടും കാണാം. അതല്ലേ സ്ക്രോൾ ചെയ്താണ്ട് പോവുക. പിന്നെ പറയാനുള്ള, കുറേ ദിവസം വീഡിയോ വൈകിയത് ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ടാണ് കുറേ ദിവസം വീഡിയോ വൈകിയത്. അപ്പോൾ മാക്സിമം വീഡിയോസ് ഇനി വരണം. ഈ മാസം വളരെ ക്ഷീണമാണ്, വളരെ പ്രശ്നമാണ്. അപ്പോൾ അതെല്ലാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങളോട് പറയേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് അത് ഈ വീഡിയോയിൽ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്പീക്കേഴ്സ് നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇതിനിപ്പോൾ ഒരു സറൗണ്ട് പൊട്ടിയതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഇത് ഞാൻ പണ്ട് നമ്മളൊരു ടവർ സ്പീക്കേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോണിയുടെ സ്പീക്കേഴ്സ് കൊണ്ടുവന്നിട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിലേക്ക് ഉപയോഗിച്ചതിൽ ചിലത് ഡാമേജ് പീസ് ഇതേപോലെ ഉണ്ടായിരുന്നു. അതായത് സറൗണ്ട് പോയി കിടക്കുകയാണ്. അങ്ങനെ ആയത് കാരണം എനിക്ക് ആ സറൗണ്ട് മാറ്റി കിട്ടാത്ത കാരണം കൊണ്ട് ഇത് വെക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഈ പേപ്പർ മാറ്റിയാലും ഈ സോണിയുടെ ആ ഒരു പെർഫോമൻസോ ആ സെൻസിറ്റിവിറ്റിയോ എനിക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കേണ്ടി വന്നു. ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഈ സറൗണ്ട് ഒട്ടിച്ചു. അതായത് ഇത് പേപ്പറിൻ്റെ ഏരിയയാണ് സറൗണ്ട് പോയിരിക്കുന്നത്. കണ്ടോ, നോക്കിയാൽ ഈ പേപ്പർ, കോൺ പേപ്പർ തുടങ്ങുന്ന ഏരിയയിലാണ് സറൗണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒട്ടിച്ചുകൊണ്ട് തന്നെ ഈ പേപ്പർ, അതായത് സറൗണ്ട് കോൺ ഹാർഡായിപ്പോയി. അതായത് അപ്പോൾ എങ്ങനെ ഉണ്ടാവും, നമ്മളിപ്പോൾ ഈ ഒരു സ്പീക്കർ നോർമലി വർക്ക് ചെയ്യുക, അതേപോലെ ബോക്സിൽ വെച്ച് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സറൗണ്ടിനെ പിടിച്ചു വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ വർക്കിംഗ് എങ്ങനെ ഇരിക്കും? ഒരു കുറച്ച് ടെൻഷനിൽ ഒന്ന് കുറച്ചോ കൂട്ടിയൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ വർക്കിംഗ് കൂടുകയും കുറയും, സൗണ്ടിന് വ്യത്യാസമൊക്കെ അറിയാം. അപ്പോൾ ഈ സറൗണ്ടിന് സൂപ്പറിൽ ഇടുമ്പോൾ ഇത് ഹാർഡാവുകയാണ്. അപ്പോൾ ഹാർഡാവുമ്പോൾ എന്താവും, യഥാർത്ഥത്തിൽ ആ സ്പീക്കർ ഇപ്പോൾ 89 dBയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ഇറങ്ങിയിട്ടുള്ളത്, അത് കമ്പനി ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളിത് ഹാർഡായി കഴിയുമ്പോൾ ആ 89 dB നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് മിസ്സാവും. അതായത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. പക്ഷേ അതിന് മുമ്പ്, ആ സൂപ്പറിൽ ഇടുന്നതിന് മുമ്പ് കൊണ്ടുപോയാൽ ഈ സറൗണ്ട് മാറ്റി, ഫ്രഷ് പുതിയ സറൗണ്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ അത് സൂപ്പറായനെ. അതിന് പകരം നമ്മൾ ഇങ്ങനെ സ്വയംകൃതി ഇങ്ങനത്തെ ചില പരിപാടികൾ ചെയ്യുമ്പോൾ അത് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും എന്നുള്ളതാണ് ആദ്യം ഈ വീഡിയോയിൽ പറയാനുള്ളത്. അതായത് ഇതിപ്പോൾ അങ്ങനെ ഒഴിവാക്കേണ്ടി വന്നു. പക്ഷേ ഇതിൽ സംഭവിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഔട്ടർ റിംഗ് ഉണ്ട്, സറൗണ്ടിൻ്റെ ഔട്ടർ, ഇത് ഫ്രെയിമിൽ ജോയിൻ്റ് ആകുന്ന ഈ ഭാഗത്താണ് ഗ്ലൂട്ടുള്ളത്. അത് ഒന്നല്ല 4 സ്പീക്കേഴ്സിനും ഗ്ലൂട്ടുണ്ട്. അത് കുറച്ച് സീനിയേഴ്സാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. പക്ഷേ അവരത് ഈ ഔട്ടർ ഏരിയയിലായതുകൊണ്ട് അത് ഹോൾഡായി നിൽക്കുന്ന ഭാഗം ഇളകിയതുകൊണ്ടാണ് ഗ്ലൂട്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഞാനിവിടെ ഈ പ്രസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ആ ഒരു ചില ഏരിയയിൽ ആ ഗ്ലൂ കയറി നിന്നിട്ട് അത് ആ ഏരിയ ഹാർഡായി പോയിട്ടുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ ഞെക്കിയാൽ അവിടെ ഇരിക്കുക, അത് റിട്ടേൺ വരുന്നില്ല. ആ കോൺ പേപ്പറിന്, അത് സറൗണ്ടിൻ്റെ ആ ഒരു സ്വഭാവം മാറിപ്പോയി. അതായത് സറൗണ്ടിനൊരു സോഫ്റ്റ്നെസ്സും ഒരു എലാസ്റ്റിസിറ്റി, ഒരു സ്പ്രിങ് ആക്ഷൻ ഉണ്ടാവും. അത് ഇതിനില്ല. അത് ഞെങ്ങിയിട്ട് അതുപോലെ തന്നെ കുഴിഞ്ഞിരിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് നിവർന്ന് വരുന്നില്ല. ഇവിടെ എനിക്ക് നന്നായി ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വരുന്ന ഒരവസ്ഥയിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മാക്സിമം സെൻസിറ്റിവിറ്റി ഇപ്പോൾ കിട്ടുന്നില്ല. ഞാൻ തിരിച്ച് കിട്ടാൻ ആ സറൗണ്ട് ക്ലിയർ ആയാൽ മാത്രമേ അത് പഴയ ലെവലിലെ സെൻസിറ്റിവിറ്റി കിട്ടുള്ളൂ.
അപ്പോൾ ഇതിൻ്റെ ഓണേഴ്സ് പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്, ഇത് പഴയ ഒരു സുഖം ഇത് മാറ്റി ആ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം കിട്ടുന്നില്ല എന്ന്. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ആ ഒരു അവസ്ഥ വരുത്താതിരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സ്പീക്കേഴ്സ് അങ്ങനെ എന്തെങ്കിലും കട്ടായി കഴിഞ്ഞാൽ അതിന് യഥാർത്ഥ ടൂളുണ്ട്, യഥാർത്ഥ ഗമ്മുണ്ട്, പേസ്റ്റ് ഉണ്ട്, അത് വെച്ച് തന്നെ ഒട്ടിക്കുക. അല്ലെങ്കിൽ സറൗണ്ട് വാങ്ങിയിട്ട് മാറ്റുക. സറൗണ്ട് പോയാലുള്ള ആദ്യത്തെ അഭിപ്രായം അതാണ്. പിന്നെ വരുന്ന ഒരു പ്രശ്നം, ഈ ടെർമിനൽ ഇവിടുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഏരിയയിൽ ഡ്രിൽ ചെയ്ത് വെച്ചിട്ട് ഡയറക്റ്റ് ഇവിടെ ഈ ടെർമിനൽ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഒരു കണക്ഷൻ എടുത്തിട്ട് ഇതേപോലെ ടെർമിനൽ സ്ക്രൂവബിൾ വാങ്ങിട്ടും, പക്ഷേ അത് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യാതെ ഇളകിയിട്ട് ഈ ഫ്രെയിമിലൂടെ പോയിട്ട് ഷോർട്ടായിട്ട് ഔട്ട്പുട്ട് ഐസി പോവുക. നിങ്ങൾക്ക് സംഗതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഫ്രെയിം ഫുൾ മെറ്റലാണ്. അപ്പോൾ ഇവിടെ ഹോൾ ചെയ്തിട്ട് അവിടെ ടെർമിനൽ ഫിറ്റ് ചെയ്യുക, ഈ കണക്ഷൻ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ ഈ കണക്ഷൻ കൊടുക്കുമ്പോൾ അത് കറക്റ്റ് സെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഇളകിയിട്ട് ഫ്രെയിം വഴി ഷോർട്ടാകും, ഔട്ട്പുട്ട് പോവും. പിന്നെ പറയാനുള്ളത്, ഈ ടെൻസിൽ വയർ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ വയറിട്ട് കൊടുക്കുക. ആ വയറിട്ട് കൊടുക്കാതിരിക്കുക. ഇതൊക്കെ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്, വളരെ വില കുറവിൽ വാങ്ങാൻ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് മാറ്റി കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വയറിടാതിരിക്കുക. അത് പോയി വാങ്ങാമെന്നുള്ള ആ ഒരു കുറഞ്ഞ സമയത്തെ മെനക്കേട് മാത്രമേ ഉള്ളൂ. നമുക്കിത് സൂപ്പർ ക്ലിയറിറ്റിയിലായി കിട്ടും, സൂപ്പർ കറക്റ്റായി കിട്ടും. അപ്പോൾ അത് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. സ്പൈഡർ ഈ ഏരിയ നിന്നൊക്കെ ഇളകി കഴിഞ്ഞാൽ പിന്നെ പേടിക്കാനില്ല. കാരണം സ്പൈഡറിന് അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യം ഈ ഏരിയ ഒക്കെ വിട്ടെടുക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ തോതിൽ സൂപ്പറിൽ ഉപയോഗിക്കാം. കാരണം അത് അത്രയും ഹാർഡായിട്ട് അവിടെ ഹോൾഡ് ചെയ്യുന്ന ഏരിയ ആണ്. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഹോൾഡ് സ്പീക്കറിന് വരുന്ന ഈ സ്പൈഡറിന് ഹോളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയ നമുക്ക് ഈ വക്ക് ഏരിയ, അതായത് ഈ സീറ്റ് ആവുന്ന ഏരിയ നമുക്ക് ഗ്ലൂ ചെയ്യുന്നതിൽ വിരോധമില്ല. പക്ഷേ ആ ഗ്ലൂ ഉള്ളോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്പൈഡറിൻ്റെ ആക്ഷൻ പോകും. അപ്പോൾ അവിടെയും ശ്രദ്ധിക്കുക. എന്തായാലും മാക്സിമം സൂപ്പറിലും ഈ ഏരിയയിൽ കൊണ്ടുവരാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചെയ്യാറില്ല, അതുകൊണ്ട് അത് ചെയ്യരുത് എന്നാണ് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ സറൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഈ സറൗണ്ടിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ സെയിം സറൗണ്ട് കിട്ടുമൊന്നുമില്ല, ഉറപ്പൊന്നുമില്ല. നമുക്ക് ഫോം സറൗണ്ടാണ് ഇവിടെ കിട്ടാനുള്ളത്. ഇത് റബ്ബർ സറൗണ്ടാണ്. അപ്പോൾ ഫോം കിട്ടുകയാണെങ്കിലും വളരെ നന്നാവും. ഈ ഹാർഡ്നെസ് പോവും, നല്ല ക്ലാരിറ്റി ആവും, നല്ല സെൻസിറ്റീവ് ആവും. അപ്പോൾ ഇത് വർക്കിങ്ങിനൊന്നും ഇപ്പം വല്ലാതെ അറിയില്ല. നമ്മളിപ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ വർക്കിങ്ങിൻ്റെ പ്രശ്നം അറിയില്ല. പക്ഷേ കുറച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള സാധനം തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ആദ്യം കേട്ട എക്സ്പീരിയൻസ് ആയിരിക്കില്ല പിന്നെ കിട്ടുക, ഇങ്ങനെയുള്ള എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചാൽ. അപ്പോൾ അത് ചെയ്യാതെ ശ്രദ്ധിക്കുക. നമ്മളിത് വർക്ക് ചെയ്ത് കേൾക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഞാനൊരു 2 മിനിറ്റ് ഇത് വർക്ക് ചെയ്യിക്കാം. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞിട്ടും ഇത് ഏതാ ടൈപ്പ് എന്ന് പറഞ്ഞല്ലോ, ഇത് പയനിയറിൻ്റെ ഒരു ടവർ സ്പീക്കറാണ്. അപ്പോൾ ഒരു 3 വേ ആണ്, അതായത് ഒന്ന് ബേസ്, ഒന്ന് മിഡ്, ഒന്ന് ട്വിറ്റർ. ആ രീതിയിലാണ് ഇതിൻ്റെ ക്രോസ് ഓവറുള്ളത്. ശരിക്കും ഇതിനകത്തൂടെ ബേസ് ലെവലും ഇതിനകത്തൂടെ മിഡ് ലെവലും അങ്ങനത്തെ സെപ്പറേറ്റ് ആയിട്ട് നല്ല ക്ലിയറിറ്റിയിൽ സെപ്പറേഷൻ കേൾക്കുന്നുണ്ട്. നല്ല വ്യത്യസ്തമായിട്ട് 2 ഭാഗത്തു കൂടി എയർ പ്രത്യേകിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അയച്ച് ചെക്ക് ചെയ്തപ്പോഴും അങ്ങനെ തന്നെ കാണുന്നത്, സെപ്പറേഷനായിട്ടാണ് കാണുന്നത്. അപ്പോൾ അയക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സർവീസ് അല്ല അവിടെ ഉള്ളത്, നമുക്ക് ആ കോൺ സർവീസ് ഉള്ളത്. അപ്പോൾ അതിന് സ്പീക്കർ മാത്രം അയച്ച് ആ സാധനം കിട്ടുമ്പോൾ മാറ്റാം എന്നുള്ള നിലക്കാണ് ഇവിടെ ഇപ്പോൾ വെച്ചുള്ളത്. അപ്പോൾ അത്രയ്ക്കും നല്ല ഒരു ക്വാളിറ്റി സാധനം അങ്ങനെ വെടക്കാക്കാതിരിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.